ഇന്നത്തേന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുൾ ആയിട്ട് കാണണം. കാരണം ഇന്നാണ് നമുക്ക് നമ്മുടെ ഫിഷിംഗ് ചലഞ്ചിന്റെ വിജയികളെ കണ്ടെത്തിയിട്ട് അവർക്ക് പ്രൈസ് കൊടുക്കുന്ന ദിവസം. അതായത് കഴിഞ്ഞ ഏപ്രിൽ 30 വരെ നടന്ന ഫിഷിംഗ് ചലഞ്ചിൽ മുനമ്പങ്കാരാണ് ഫസ്റ്റ് പ്രൈസ് കൊണ്ടുപോയത്. അപ്പോൾ നമ്മുടെ കാളാഞ്ചിയെ പിടിക്കൽ മത്സരം ഉണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞ മാസം തന്നെ 30 അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിജയിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു തന്നെ പിടിച്ചിടുന്ന വേറൊരു കാളാഞ്ചി ഉണ്ടത്. ഇതിന് ഏകദേശം 10,300 തൂക്കുണ്ട്. കാണിച്ചരാ ഉണ്ടല്ലേ കാളാഞ്ചി. അപ്പോൾ അന്നത്തെ കാളാഞ്ചിയുടെ തൂക്കത്തിലാണ് 17 കിലോ. ഓക്കെ, അന്നത്തെ വിജയി. അപ്പോൾ 17 കിലോത്തിൻ്റെ കാളാഞ്ചിക്കാണ് നമ്മ ഗിഫ്റ്റ് ഇത് കൊടുക്കാൻ പോകുന്നുണ്ട്, പ്രൈസ് കൊടുക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ അശ്വിനും ജെൻസിൻ്റെ വലയിലാണ് കിട്ടിയേക്കണത്. ഇപ്പോൾ 17 കിലോത്തിൻ്റെ കാളാഞ്ചിനെ കിട്ടിയേക്കണത്. അതായത് ഈ വർഷത്തെ കാളാഞ്ചിയെ പിടിക്കൽ മത്സരത്തിൽ ഏറ്റവും വലിയ കാളാഞ്ചിയെ പിടിച്ചിട്ടുണ്ടെന്ന് വരാണ്ട നമ്മുടെ മുനമ്പങ്കാരാണ് ചീനവലയെ കിട്ടിയ കാളാഞ്ചി. അവർ ഇന്നും വന്നേക്കണെന്ന് പറഞ്ഞാൽ 10 കിലോ മേൽപ്പെട്ട് തൂക്കുള്ള ഒരു കാളാഞ്ചിയാണ്. 10,300 കാളാഞ്ചി ആയിട്ടാണ് ഇന്ന് വന്നേക്കണത്. ഇത് കാണിച്ചു 10,300 കാളാഞ്ചിനെ പിടിച്ചിട്ടുണ്ടാവും. അവർ പ്രൈസ് വാങ്ങിക്കാൻ തന്നെ വന്നേക്കുന്നത്. അപ്പോൾ അവരുടെ ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് എത്ര തൂക്കത്തിൻ്റെ കാളാഞ്ചിയാണ് ഇതിന് മുന്നേ കിട്ടിയിട്ടുള്ള വലുത്? എത്ര? 17 ഇത് തന്നെയാണ് ടോപ്പ് നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് ഭാഗ്യം. അപ്പോൾ അവിടെ ഇതിന് മുമ്പ് വേറെ 20 അങ്ങനെ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണല്ലോ ഏറ്റവും. അപ്പോൾ അവർക്ക് ഇതുവരെയും കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കാളാഞ്ചി ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രൈസ് കൊടുക്കാൻ പോണേ കേട്ടോ. അപ്പച്ചൻ എന്തെങ്കിലും പറയാനുണ്ടാ? ഇനി ഇതിൽ വലുപ്പുള്ള കാളാഞ്ചിനെ പിടിക്കാനായിട്ട് പിടിച്ചോണ്ട് വരാം. കിട്ടുന്നില്ലേ? സന്തോഷപൂർവ്വം കാളാഞ്ചിനെ പിടിക്കും. അപ്പൊ അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ വലിയ കാളാഞ്ചി പിടിക്കൽ മത്സരത്തിൽ നമ്മുടെ മുനമ്പങ്കാരാണ് കൊണ്ടുപോയത്. മുനമ്പങ്കാരായ അശ്വിനും ജെൻസനും ഉണ്ടാവും. ഇത്തവണത്തെ പ്രൈസ് 10,000 രൂപ കൊണ്ടുപോയി. നമ്മൾ ഈ ഒരു ഫിഷിംഗ് ചലഞ്ച് വെക്കാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ചെറുപ്പക്കാരാണ് തൊഴിലില്ലായ്മ കാരണം കൊണ്ട് പുറം രാജ്യങ്ങളിലോട്ട് പണിയെടുക്കാൻ പോണത്, വർക്കിന് പോകണം. അതായത് കഷ്ടപ്പെട്ട് പണിയെടുക്കണവർ കുറേ പേർക്ക് നല്ല ജോലിയും ഉണ്ട്, ഇല്ലെന്നല്ല. എന്നാലും കുറേ അധികം പേര്, ഇഷ്ടം പോലെ പേര് വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ കാണുന്ന പോലത്തെ ഫിഷിങ് അല്ലെങ്കിൽ അങ്ങനത്തെ അതുപോലത്തെ ജോലിയിൽ ഇഷ്ടം പോലെ സ്വയം തൊഴിൽ കണ്ടെത്താനായിട്ടുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇഷ്ടം പോലെ പേര് ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങാനായിട്ട് മടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനം ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രോത്സാഹനം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫിഷിംഗ് ചലഞ്ച് വെക്കാനായിട്ടുള്ള മെയിൻ റീസൺ ഉണ്ടാവും. അപ്പോൾ ഇത്തവണത്തെ ഫിഷിംഗ് ചലഞ്ച് നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നിട്ട് നല്ല വാശേരിയ മത്സരമായിരുന്നു. അപ്പോൾ ഈ ഒരു ഫിഷിംഗ് ചലഞ്ചിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. പ്രൈസ് കൊടുത്ത് പിന്നെ അവരെന്നെ കൊണ്ടുവന്ന കാളാഞ്ചിയാണ്. അപ്പോൾ ഇത് ഓർഡർ ഉണ്ടോ നമുക്ക്? ആർക്കാണ് അവിടെ കൊടുക്കാനുണ്ട്? നമുക്ക് മീൻ കിട്ടാത്ത കുഴപ്പമുള്ളൂ, ഓർഡറൊക്കെ ഉണ്ട്. നമുക്ക് എത്ര മീൻ കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് പോകും. അപ്പോൾ ഇന്ന് ഇതിനെ കൊണ്ടുപോകണം. അപ്പോൾ അത് കൊണ്ട് മത്സരം എങ്ങനെയുണ്ടായിരുന്നു? മത്സരം അത് അടിപൊളി വാശി 14 കിലോത്തിന്റെ വന്ന് 10 അങ്ങനെയൊക്കെ വന്നിരുന്നു. പങ്കെടുത്തെങ്കിലും ഇവർക്കാണ് കിട്ടിയേക്കണത്. അതിന് കൊണ്ടുവന്ന കാളാഞ്ചിയാണ് 300. ഇതിനെവിടെയാണ് നമുക്ക് ഓർഡർ? ഇതിപ്പോൾ വലിയ പറമ്പിലെ ടീമിനാണ് ഓർഡർ. ഇത് മാഞ്ഞാലി ടീം കൊണ്ടുപോകും. ഇത് മാഞ്ഞാലി ടീമല്ല, പറവുകാർ തന്നെ. അപ്പോൾ ഇന്ന് നമുക്ക് വേറൊരു ചെറിയൊരു കാളാഞ്ചിനെ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ചൂണ്ടക്കാളാഞ്ചിയാണ്. അതിന്റെ തൂക്കം ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മുടെ ജോഷി ബാപ്പൻ അതിനെ എടുത്തിട്ട് നമ്മുടെ ക്ലാസ്സിലോട്ട് വെക്കുന്നുണ്ട്. അതിന്റെ തൂക്കം നിങ്ങൾ നോക്കിക്കോട്ടെ. 5,900 കാളാഞ്ചി അല്ലേ ചൂണ്ടാട്ടാ. അതുകൂടാതെ തന്നെ ഈ കാണുന്ന പോലത്തെ 1 കിലോ അല്ലെങ്കിൽ 1.5 കിലോ 2 കിലോ താഴെ തൂക്കം വരുന്ന ഇഷ്ടംപോലെ ലൈവ് കാളാഞ്ചികൾ നമ്മുടെ കടയിൽ ഉണ്ടായിരുന്നു. സാധാരണക്കാർക്ക്, അതായത് വീട്ടാവശ്യങ്ങൾക്ക് ഒരെണ്ണം ഈ 1.5 കിലോത്തിനൊക്കെ മതിയാവുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള കാളാഞ്ചികൾ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട കാളാഞ്ചി ഉണ്ടല്ലോ 9,300 10,300 കാളാഞ്ചി, അത് നമ്മുടെ വലിയ പറമ്പിലുള്ള കടയിലോട്ട് കൊണ്ടുവന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളിന്ന് വെട്ടുന്ന ഒരു വീഡിയോ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നിങ്ങളെ. അപ്പോൾ ഈ കാളാഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 പേർക്കായിട്ട് ഒരേപോലെ പങ്കുവയ്ക്കാൻ പോകേണ്ട. അപ്പോൾ നിങ്ങൾ കാണിച്ചത് എങ്ങനെയാണ് നമ്മൾ അതിനെ 4 പേർക്കായിട്ട് ഒരേപോലെ പങ്കുവയ്ക്കുന്നത്. പറയാം
ഇതിനെത്രയുണ്ട്? ഇത് 10,300. 10,300. 4 ആക്ക് പങ്കാക്കിയേക്കുന്നു. അതെ. പങ്ക് 4 പേരിക്കാണ്. ആ, ഒപ്പം ഈക്വലാക്കി. എന്താ കാലം ആ ആ ആ പൊട്ടില്ല. സൂപ്പർ. അപ്പോൾ അത് അതിന് വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ദിൽദറാണ് അതിനെ 4ആയിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അതായത് നല്ല രീതിക്ക് മുറിക്കാനായിട്ട് ദിൽദർ എന്ന് പറയും. അപ്പോൾ ദിൽദറാണ് അതിനെ ചെറിയ പീസാക്കിയിട്ട്, അതായത് 30 ഗ്രാം 35 ഗ്രാമുള്ള സൈസുള്ള പീസുകളാക്കിയിട്ട് മാറ്റാൻ പോകുന്നുണ്ട്. വലിയ മുട്ടല്ല, ചെറുത് മതി. അപ്പോൾ അതേ ഈ കാളാഞ്ചിയുടെ വയറ്റിൽ, അതായത് 10,300 തൂക്കുണ്ടായിരുന്നു ഈ കാളാഞ്ചിയുടെ വയറ്റിൽ മുട്ട ഉണ്ടായിരുന്നില്ല. നോക്കി, മുട്ടയുടെ സൈസാണ്ടത്. അപ്പോൾ ഈ ഒരു സീസണിൽ നമുക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു 3ാമത്തെ കാളാഞ്ചിയാണ് മുട്ടയുള്ള കാളാഞ്ചിയായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതേ അത്യാവശ്യം നല്ല വലുപ്പമുള്ള മുട്ട തന്നെയാണ് ഈ കാളാഞ്ചിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മുട്ടയും നമ്മൾ 4 പേർക്കായിട്ട് ഭാഗിച്ച് കൊടുക്കും. നോക്കിക്കോട്ടെ. അപ്പോൾ നമ്മളത് 4 പേർക്കായിട്ട് എന്തായാലും കട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ആ ഒരു ഇത് ഈ കാണുന്ന പോലെ നമ്മൾ 4ആക്കി മുറിച്ച് ഓരോരുത്തരുടെയും പാത്രത്തിൽ ഇട്ട് കൊടുക്കും. നമ്മളവിടെ 4 പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അതായത് 4 പേർക്കായിട്ട് ഓരോ, ഇപ്പോൾ തലയായാലും വാലായാലും അതിൻ്റെ നടുഭാഗമായാലും മുറിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് 4ആയിട്ട് പങ്കുവയ്ക്കും. അതുകൊണ്ട് തന്നെ എല്ലാ പോർഷനും എല്ലാവരുടെ പാത്രത്തിൽ ഒരേപോലെ പീസുകൾ വന്നു വീഴും. അതായത് തലഭാഗമാണെങ്കിലും വാൽഭാഗമാണെങ്കിലും നടുഭാഗമാണെങ്കിലും, അതായത് ഈവൻ മുട്ട ആയാൽ പോലും ഒരേപോലെ ആയിരിക്കും ഈ 4 പേർക്ക് കിട്ടാൻ പോകുന്ന കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പങ്കുവയ്ക്കാറുള്ളത്. അപ്പോൾ അത് അങ്ങനെ പങ്കുവയ്ക്കുന്ന വീഡിയോസ് ഞാൻ ഇതേപോലെ ഇഷ്ടം പോലെ പ്രാവശ്യം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കാണുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുള്ളിൽ നിന്ന് വേർപിടിച്ചെടുത്ത മാംസത്തിൻ്റെ കഷ്ണങ്ങളാണ്. അതായത് മുള്ള് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും അവർക്ക് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മുള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരി പൊള്ളും ചെറിയ മുള്ള് പോലും ഇല്ലാത്ത നല്ല ഫില്ലറ്റ് അടിക്കാൻ പറ്റിയ നല്ല കഷ്ണങ്ങളാക്കിയിട്ടാണ് ഈ പീസുകളൊക്കെ മുറിച്ചെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെ 35-40 ഗ്രാമോളം പോകുന്ന ചെറിയ പീസുകളാക്കി വീണ്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ 2 പോർഷനിലുള്ള നല്ല മാംസം ഉള്ള ഭാഗങ്ങൾ ഇത് ചെത്തി എടുത്തിട്ട് കണ്ടില്ലേ, ആ ഒരു അറ്റത്തേക്ക് മാറ്റി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ മുള്ളു ഉള്ള ഭാഗമാണ്. അത് നമ്മൾ കളയുന്നില്ല. അതിൻ്റെ ആ മുള്ളിലും അതിൻ്റെ സൈഡിലേക്കായിട്ട് മാംസത്തിൻ്റെ പോർഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും നമ്മൾ വെട്ടിയിട്ട് കൊടുക്കട്ടെ. കണ്ടില്ലേ, ഈ കാണുന്ന പോലെയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. കണ്ടില്ലേ, 4ആയിട്ട് പങ്കുവെക്കുന്നുണ്ട് നമ്മൾ. ഇനി മുള്ള് ഉള്ള ഭാഗം വെട്ടുന്നതാണ് ഈ കാണുന്നത്.
ഈ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ വാൽഭാഗം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ 4 പേർക്കും 4 പോർഷനായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തർക്കും എല്ലാ പോർഷൻസും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ 10,300 തൂക്കുണ്ടായിരുന്ന കാളാഞ്ചിയെ വെട്ടി 4 പേർക്കായിട്ട് നമ്മൾ ഓൾമോസ്റ്റ് പങ്കുവെച്ച് കഴിഞ്ഞിട്ട് കണ്ടില്ലേ. ഇനി ഈ കാണുന്ന പോലെ തല മാത്രം വെട്ടി പങ്കുവെക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പോർഷനിൽ നിന്നും എല്ലാവർക്കും കിട്ടും കേട്ടോ. 4 പേർക്കും ഒരേപോലെ ആയിരിക്കും നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കാളാഞ്ചി നമ്മൾ ഫിഷിംഗ് ചലഞ്ച് വിൻ ചെയ്തതുപോലെ തന്നെ പിടിച്ചിട്ട് വന്ന കാളാഞ്ചിയാണ്. ചീനവലയിൽ കിട്ടിയ കാളാഞ്ചിയായിരുന്നു. 10,300 തൂക്കുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഈ വർഷത്തിൽ നമ്മുടെ ഫിഷിംഗ് ചലഞ്ച് അവസാനിച്ചിട്ടുണ്ട്. ഭംഗിയായിട്ട് തന്നെ നടന്നു. ഇഷ്ടം പോലെ പേരാണ് അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് പ്രൈസ് കൊടുക്കാൻ പറ്റില്ല. ഏറ്റവും വലിയ കാളാഞ്ചിക്ക് നമ്മൾ പ്രൈസ് എന്തായാലും കൊടുത്തിട്ടുണ്ട്. 17 കിലോ തൂക്കുണ്ടായിരുന്ന കാളാഞ്ചി ആയിരുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വർഷവും നമ്മൾ ഇതുപോലെ ഫിഷിംഗ് ചലഞ്ച് നടത്തുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇനി ഈ പ്രാവശ്യം കിട്ടാത്തവർക്ക് അടുത്ത വർഷം എന്തായാലും കിട്ടരുതെന്ന് ആശംസിക്കുകയാണ്. അങ്ങനെ ഈ കാണുന്ന പോലെ നമ്മുടെ 10,300 തൂക്കുണ്ടായിരുന്ന കാളാഞ്ചിയെ 4 ആക്കി പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഏകദേശം ഒരു 2 കിലോ മീറ്റ്, അതായത് മീറ്റ് മാത്രം, വേസ്റ്റും കാര്യങ്ങളൊക്കെ പോയിട്ട് മീറ്റ് മാത്രം 2 കിലോ വെച്ചിട്ട് ഏകദേശം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർക്കുമായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇനിയും അങ്ങോട്ട് എന്തായാലും ഉണ്ടാവണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല കണ്ടൻസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ താങ്ക് യു. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.